ഭക്ഷണം കഴിച്ചുകൊണ്ട് ദയവീതി സിനിമ കാണരുത്. ഒരു വൃത്തികെട്ട ക്ലോസറ്റിലോട്ട് ബ്ലഡ് ഇങ്ങനെ ഒഴുകി പോണ സമയത്ത് സെക്ടർ 36 എന്നുള്ള ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇത് കൈയുടെ കഷ്ണം, തലയുടെ കഷ്ണം, കാലിന്റെ കഷ്ണം ഒക്കെ ഡിച്ചിന്ന് എടുക്കുന്നതും ചൈൽഡ് അബ്യൂസും ഹ്യൂമൻ ഫ്ലഷ് ഈറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. സോ കുറച്ചൊക്കെ മനക്കെട്ടിയുള്ളവർ കണ്ടാൽ മതി. ഇല്ലെങ്കിൽ അവസാനം നമ്മൾ എന്തിനു കണ്ടു എന്നുള്ള റിഗ്രറ്റ് തോന്നും. ആദ്യം എടുത്തു പറയേണ്ടത് വിക്രാന്ത് മാസയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട്. ഒരു റിയൽ ലൈഫ് സൈക്കോ സിനിമയിൽ അഭിനയിച്ച് എങ്ങനെയുണ്ടാവും അതേപോലെ തന്നെയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങേരെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ജയിലിൽ നിന്ന് വല്ല സൈക്കോനെ പരോളിൽ എടുത്തു കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ചു തന്നു. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. സോ ഒരു ഇന്ററോഗേഷൻ സീൻ ഉണ്ട്. പോലീസ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണാനില്ല വേണ്ടി ഇങ്ങനെ ഇന്ററോഗേറ്റ് ചെയ്യണം. അപ്പൊ ആള് പറയാണ്, ഞാൻ അവളെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. എന്താ ചോദിച്ചു പറയണേ, ഞാൻ സെക്സ് വേണം പറഞ്ഞപ്പോ അവള് പറഞ്ഞു നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ല, എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്തു. അപ്പൊ ഞാൻ അവളെ കൊന്നിട്ട് കാര്യം സാധിച്ചു. അത് മാത്രമല്ല, ആള് പറയാണ് പോലീസുകാരുടെ അടുത്ത് എനിക്ക് ഹ്യൂമൻ ഫ്ലഷ് ഓരോ മാസം കൂടുമ്പോൾ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു കുറ്റബോധമാണെന്ന്. എങ്ങനെ പണി എന്താ ഡെയിലി ഒരുത്തിനെ തട്ടിക്കൊണ്ടുവരാ കൊല്ലുക. അത് കുട്ടികളാണോ വലിയ ആൾക്കാരാണോ അങ്ങനെയൊന്നും ഇല്ല. അതേപോലെ തന്നെ ഇങ്ങേരെ തന്നെ പോയി